നമസ്കാരം. ഇത് കഥാകഥന സാഗരം. വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകൾ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കഥാകഥന സാഗരം. കേരളത്തിൻ്റെ നെഞ്ചിൽ ഒരു കാലത്ത് ഒരു മഹാസാമ്രാജ്യം നിലനിന്നിരുന്നു. അതിൻ്റെ പേര് ചേര സാമ്രാജ്യം. കടലും മലയും തമ്മിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ ചേർത്ത് ഒരൊറ്റ കിരീടത്തിനടിയിൽ അത് ഭരിക്കപ്പെട്ടു. പക്ഷേ കാലം ആരെയും ക്ഷമിച്ചില്ല. ചേര സാമ്രാജ്യവും ചരിത്രത്തിലേക്ക് ലയിച്ചു. ചേര സാമ്രാജ്യത്തിൻ്റെ ചാരങ്ങളിൽ നിന്നാണ് പുതിയ രാജ്യങ്ങൾ ജനിച്ചത്. അവയിലൊന്നാണ് ഓടനാട്. ഓടനാട് ചേര സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് ജനിച്ചത്. ചേര സാമ്രാജ്യത്തിലെ ഓടനാട് പ്രദേശം ഇത് കായംകുളം, മാവേലിക്കര, കാർത്തികപ്പള്ളി എന്നിവ അടയാളപ്പെടുത്തുന്നു. ഈ മണ്ണിന് ഒരു രാജാവ് വേണ്ടി വന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്തു ധൈര്യമുള്ള, നീതിയുള്ള, യുദ്ധമറിയുന്ന ഒരാളെ. അവനാണ് ഓടനാടിൻ്റെ ആദ്യ രാജാവ്. ചന്ദനവും കുങ്കുമവും തീരക്കാറ്റും ദീപപ്രകാശവും ചേർന്ന ആ നിമിഷം ഓടനാട് ഒരു രാജ്യമാവുകയായിരുന്നു. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേന മഹീം മഹീശ. എന്റെ പ്രജകൾക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഓടനാട് ഒരു രാജ്യം മാത്രമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. കളരിപ്പയറ്റ് അവിടുത്തെ ശ്വാസമായിരുന്നു. പാട്ട് അവിടുത്തെ പ്രാർത്ഥനയായിരുന്നു. ഉത്സവങ്ങൾ അവിടുത്തെ രാജകീയതയായിരുന്നു. ആദിപരാശക്തി പോറ്റി. സ്ത്രീകൾ കയ്യിൽ ചൂടകൾ അണിഞ്ഞു നടക്കുന്നു. പുരുഷന്മാർ മുണ്ടും മേൽവസ്ത്രവും ധരിക്കുന്നു. കുട്ടികൾ കായലിൽ നീന്തുന്നു, മണ്ണിൽ കളിക്കുന്നു. ഇത് രാജ്യമല്ലായിരുന്നു, ഇതൊരു കുടുംബമായിരുന്നു. ಮುನ್ನೊತ್ಪೊಕೋ ವೇಗಮಕತ್ತೆ, ಮುನ್ನೊತ್ಪೊಕೋ ವೇಗಮಕತ್ತೆ. ഓടനാട് യുദ്ധം പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, മണ്ണിൽ നിന്നാണ്. കുട്ടിക്കാലം മുതൽ കളരിപ്പയറ്റ്, വാൾ, കുന്തം, പരിച എല്ലാം അവരുടേതായിരുന്നു. ഇങ്ങനെയാണ് ഒരു രാജ്യം ജനിച്ചത്. പക്ഷേ ഈ രാജ്യം ജനിച്ചതുപോലെ അതിൻ്റെ അവസാനവും അത്ര തന്നെ നാടകീയമായിരുന്നു. അത് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ പറയും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.